ഫ്രണ്ട്സ്, വെൽക്കം ടു റെസിപ്പീസ് വേൾഡ്. നമ്മളിന്ന് ഇടിയപ്പം കൊണ്ട് ഒരു കിട്ടില്ലനായിട്ട് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഇത്രയും ഇടിയപ്പം എടുത്തിട്ടുണ്ട്. അതിന് ആവശ്യമായിട്ട് എന്തൊക്കെ വെജിറ്റബിൾസ് ചേർക്കുന്നത് നോക്കാം. ക്യാരറ്റ്, ബീൻസ്, സവാള, ക്യാപ്സിക്കം ഇതെല്ലാം ചെറുതാക്കി കട്ട് ചെയ്ത് വരാം. എല്ലാം കട്ട് ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും വെജിറ്റബിൾസ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തു, ബാക്കിയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ 4 കോഴിമുട്ട പൊട്ടിച്ചു വെച്ചു. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടു, കുരുമുളക് പൊടിയോ ഇട്ടു. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഒരു പാത്രത്തിൽ ഓയിൽ ഒഴിച്ച് ചൂടാക്കാം. ചൂടായ ശേഷം അതിലേക്ക് കോഴിമുട്ട മിക്സ് ചെയ്ത് വെച്ചത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കോഴിമുട്ട വേവിച്ചത് ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കോഴിമുട്ട ഈ പാത്രത്തിൽ നിന്ന് മാറ്റിയ ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം. കളറും യെല്ലോ കളറൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ എൻ്റെ അടുത്തുള്ള വെജിറ്റബിൾസ് വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിപ്പോൾ ഇതിൽ ഉപ്പിടുന്നില്ല. നമ്മൾ ഉണ്ടാക്കിയ ഇടിയപ്പത്തിൽ ഉപ്പിട്ടിട്ടുണ്ട്, പിന്നെ കോഴിമുട്ടയിൽ ഉപ്പിട്ടിട്ടുണ്ട്, പിന്നെ സോയ സോസും ടൊമാറ്റോ സോസൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ലാസ്റ്റ് നോക്കിയിട്ട് ഉപ്പിട്ടാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് ഇട്ട് കൊടുക്കാം. ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇടാം കേട്ടോ. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ഇടാം. ഞാൻ ഇത്രയും ഇട്ടിട്ടുണ്ട്. സാധാരണ നമ്മൾ രാവിലെ ഇടിയപ്പം കഴിച്ച് തേങ്ങാപ്പാലും കടലക്കറിയും ഒക്കെ കൂട്ടിയല്ലേ കഴിക്കുന്നത്. വൈകുന്നേരം ബാക്കിയുള്ളത് വെച്ച് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തോ നോക്കാവുന്നതാണ്. കുറച്ചൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഇനി ടൊമാറ്റോ സോസ് 2 സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത്ര തന്നെ അളവിൽ സോയാ സോസും ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടം വെച്ചാൽ അത് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. സോയാ സോസ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അത് കൂട്ടി കൊടുക്കാം. ടൊമാറ്റോ സോസാണ് ഇഷ്ടമെങ്കിൽ അത് കൂട്ടി കൊടുക്കാം. കുറയ്ക്കേണ്ടവർക്ക് കുറയ്ക്കും ചെയ്യാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാണ്. ഇനി നമുക്കിതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള കോഴിമുട്ട ഇട്ട് കൊടുക്കാം. അപ്പോൾ എനിക്ക് ഉപ്പ് ഇത്രയും മതിയാവും, അതുകൊണ്ട് ഞാൻ ഉപ്പിടുന്നില്ല. നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടിയോ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അത്രയും മതിയാവും. നമുക്കിതിലേക്ക് ഇടിയപ്പം ഇട്ട് കൊടുക്കാം. ഇടിയപ്പം ഞാൻ മുഴുവനോടൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഇളക്കി ഇളക്കി അത് ചെറുതായി നുറുങ്ങി വരും.
നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇടിയപ്പം കൊണ്ടൊരു ചൈനീസ് ഐറ്റം റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ കട്ടകളൊക്കെ ഉടച്ച് കറക്റ്റ് എല്ലാം ഒരേപോലെ ആകുന്നവരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒക്കെ റെഡിയായി. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.